നമസ്കാരം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൂൺ കൃഷിക്ക് വരുന്ന രോഗങ്ങളും അതിനെങ്ങനെ തടയാമെന്നുള്ളതാണ്. കൂൺ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളൊന്നുമില്ലാതെ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് വരുന്നത് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു പച്ചപ്പാണ്. അത് മാധ്യമത്തിൻ്റെ ഈർപ്പം കൂടുന്നത് കൊണ്ട് വരുന്നതാണ്. അപ്പം ആ ഈർപ്പം കറക്റ്റാക്കുക. അപ്പം അത് വക്യോലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു 50% ഈർപ്പത്തിലാണ് നമ്മൾ ബെഡ് കെട്ടേണ്ടത്. 50% ഈർപ്പം എന്ന് പറയുന്നത് നമ്മൾ പിഴിഞ്ഞാൽ വെള്ളം താഴെ വീഴാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി എടുക്കുന്ന ഭാഗം ആ ഒരു നനവാണ് വേണ്ടത്. അതാണ് അതിൻ്റെ 50%. അത് കറക്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ ഇനി അറക്കപ്പൊടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പുട്ടുണ്ടാക്കുന്ന ആ പുട്ടുപൊടിയുടെ ഒരു നനവാണ് വേണ്ടത്. ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കേടും വരത്തില്ല. പിന്നെ അടുത്ത് തന്നെ പ്രാണികളുടെ ശല്യമാണ്. അത് നമ്മുടെ പരിസരം വൃത്തിയില്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ പ്രാണികൾ വരും. അതുപോലെ തോട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ പ്രാണികൾ വരും. അതുകൊണ്ട് നമ്മൾ നല്ല നെറ്റിംഗ് ഒക്കെ ചെയ്യുക. അതുപോലെ ബെഡ് കെട്ടുന്ന സമയത്ത് അടഞ്ഞൊരു റൂമിലിരുന്ന് ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് കൂൺ കൃഷിയുടെ രോഗങ്ങളെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കൂൺ കൃഷി ചെയ്യുമ്പോൾ ആദ്യം അതിന് രോഗം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂൺ കൃഷിക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ പച്ചക്കറികളിലൊക്കെ എന്തെങ്കിലും രോഗം വന്നാൽ നമുക്ക് എന്തെങ്കിലും കീടനാശിനികൾ അതുപോലെ അടിച്ചൊക്കെ നിയന്ത്രിക്കാം. പക്ഷേ കൂണിന് എന്തെങ്കിലും വന്ന് ഇങ്ങനെ രോഗബാധിത വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു കളയാനേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ കൃഷിക്ക് മുമ്പേ തന്നെ അതിൻ്റെ ഷെഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് അണുനശീകരണം വരുത്തി. അത് രണ്ട് രീതിയിൽ നമുക്ക് അണുനശീകരണം വരുത്തുക. ഒന്ന് പൂർണ്ണമായിട്ട് ജൈവ രീതിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി, വാങ്ങുന്ന പൊടി പറ്റത്തില്ല, വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി കർപ്പൂരം കൂടി ഇട്ട് പുകയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ചെയ്യുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഫോർമാലിനും ഒഴിച്ചിട്ട് ഷെഡ് അണുനശീകരണം വരുത്താം. അതിനുശേഷമാണ് ബെഡ് തൂക്കാൻ തുടങ്ങേണ്ടത്. അപ്പം നമുക്ക് കുറേ കീടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇനി കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക.